അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫിത്ർ സക്കാത്തിൻ്റെ മസ്അലകളാണ്. ഫിത്ർ സക്കാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് നോമ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി ഫിത്ർ സക്കാത്ത് ആരുടെ മേലിലാണ് നിർബന്ധമാവുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് മേൽ നിർബന്ധമാകും. അത് തന്നെ നിർബന്ധമാകുന്നത് പെരുന്നാൾ ദിവസത്തെ പകല്, ആ പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി, ഈ സമയത്തേക്ക് ആവശ്യമായ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കടം, ഇതെല്ലാം കഴിഞ്ഞ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ ധാന്യം, അല്ലെങ്കിൽ അതിന് ആവശ്യമായ ധാന്യം വാങ്ങാൻ ആവശ്യമായ സമ്പത്ത് കൈവശമുള്ള വ്യക്തിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഇവിടെ ഒരു കാര്യം, ഈ കടവും കൂടെ നമ്മൾ പറഞ്ഞു. കടവും കൂടെ കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിലേ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. ഇതാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതേസമയം ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഖതീബ് ശിർബീനി റളിയല്ലാഹു അൻഹു, ഈ മഹത്തുക്കളൊക്കെ പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കഴിഞ്ഞാൽ മതി, കടം ഉണ്ടെങ്കിലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. അവർ കടക്കാരൻ്റെ കയ്യിൽ അന്നേരം കടം വീട്ടാനുള്ള ക്യാഷൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എന്നാൽ കടം വീട്ടി കഴിഞ്ഞാലോ ഫിത്ർ സക്കാത്ത് കൊടുക്കാനുണ്ടാവില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ബാധ്യതയിൽ ഏത് വരും? ഫിത്ർ സക്കാത്ത് വരുമെന്നാണ് റംലി റഹിമഹുല്ലാന്റെയും മറ്റൊക്കെ അഭിപ്രായം. ഏതായാലും ഇബ്നു ഹജർ റഹിമഹുല്ല അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പ്രബലമായ അഭിപ്രായം തന്നെയാണല്ലോ. അതനുസരിച്ച് കടമുള്ള ആൾക്ക് കടം വീട്ടാനുള്ള ആസ്തി ഒന്നും ഇല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് വരില്ല. ഇപ്പൊ എനിക്ക് 50,000 രൂപ കടം ഉണ്ടെന്ന് സങ്കല്പിക്കുക. എൻ്റെ വീടൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 സെന്റ് സ്ഥലം അപ്പുറമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫിത്ർ സക്കാത്ത് വരും. കാരണം കടം വീട്ടാൻ ആവശ്യമായ ആസ്തി എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകണം, മേൽപ്പറഞ്ഞ ശേഷി ഉള്ള ആൾ. അതേപോലെ അദ്ദേഹം ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ ഫിത്ർ സക്കാത്ത് നൽകണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെലവ് നൽകൽ നിർബന്ധമല്ല. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇവരുടെ ഫിത്ർ സക്കാത്തും നൽകണം. അതേപോലെ എൻ്റെ ഉമ്മക്കും വാപ്പക്കും സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ, അവർക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിൽ അവരുടെ ചെലവും കൂടെ എൻ്റെ ബാധ്യതയിൽ വരും. അപ്പോൾ അവരുടെ ഫിത്ർ സക്കാത്തും കൂടെ ഞാൻ നൽകേണ്ടി വരും. അവസാന നോമ്പിൻ്റെ ലാസ്റ്റ് സെക്കൻഡിലും പിന്നെ അസ്തമിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് സെക്കൻഡ്, ഈ 2 സെക്കൻഡിലും ജീവിച്ചിരിപ്പുള്ള ആളുകൾ തൊട്ടൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അവരെ മേലേക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആ സമയത്താണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അപ്പോൾ ഒരു കുട്ടി അസ്തമാനത്തിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് ജനിച്ചാൽ, എന്നിട്ട് ആ കുട്ടി അസ്തമാനത്തിന് ശേഷം വരെ ജീവിക്കുകയും ചെയ്താൽ ആ കുട്ടിക്ക് വേണ്ടി കൊടുക്കണം. കുട്ടി 2 സെക്കൻഡാണ് ജീവിച്ചത്, എന്നാൽ കുട്ടിയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ആ കുട്ടിയുടെ വാപ്പയുടെ മേൽ നിർബന്ധമാവും, രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാവും. ഇനി ഒരാൾ അസ്തമാനത്തിന് ഒരു സെക്കൻഡ് മുമ്പ് മരിച്ചു, എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. അസ്തമിച്ചതിന് ശേഷം കുട്ടി ജനിച്ചു, കുട്ടിക്ക് വേണ്ടി കൊടുക്കണ്ട. അപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നോമ്പുള്ളവർ തൊട്ട് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കും വേണ്ടിയും രോഗിയായി കിടക്കുന്ന ആളുകളെ തൊട്ടൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇതൊരു ഇങ്ങനെ ചെയ്യലൊരു പ്രത്യേക നിയമം അല്ലാഹു വെച്ചതാണ്. ഓരോ വ്യക്തികളുടെ പേരിലും ഒരു ഭക്ഷ്യധാന്യം, നാട്ടിലെ മുഖ്യ ആഹാരം പാവങ്ങളിലേക്ക് എത്തട്ടെ, അന്ന് എല്ലാവരും സുരക്ഷമായി പെരുന്നാളിൻ്റെ അന്ന് കഴിക്കട്ടെ എന്നുള്ളതാണ്. അതായിരിക്കും അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തെ തൊട്ടും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരെ തൊട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കണം, മേൽപ്പറഞ്ഞ സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഫിത്ർ സക്കാത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിന് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾക്കും ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭർത്താവ് അതിദാരിദ്രനാണ്, ഭാര്യയാകട്ടെ സമ്പന്നയുമാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുമോ? ഇവിടെ ചോദ്യം, ഭാര്യയ്ക്ക് സമ്പത്തുണ്ട്, ഭർത്താവ് ദരിദ്രവാസിയാണ്. അപ്പോൾ ദരിദ്രവാസി ആയതുകൊണ്ട് തന്നെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ ഫിത്ർ സക്കാത്ത് ഏതായാലും നിർബന്ധമില്ല.
ഭാര്യൻ്റെത് നിർബന്ധമല്ല, കാരണം ദരിദ്രവാസിന്റെ മേലിൽ നിർബന്ധമല്ല. ഭക്ഷണം, വസ്ത്രവും, പാർപ്പിടും, കടവും കഴിച്ചിട്ട് ബാക്കി വേണ്ട, ഇത് അയാൾക്ക് ഇല്ലല്ലോ. അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ ബാധ്യതയിലില്ല, ഭാര്യൻ്റെതും അദ്ദേഹത്തിന്റെ ബാധ്യതയിലില്ല. എന്നാൽ ഭാര്യ അദ്ദേഹത്തിൻ്റെത് കൊടുക്കണമെന്നാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെത് കൊടുക്കേണ്ടതില്ല, കാരണം ഭാര്യ ഭർത്താവിന് ചെലവ് കൊടുക്കൽ നിർബന്ധം ഇല്ല. ഇനി ഭാര്യക്ക് സ്വന്തമായിട്ട് സ്വത്തുള്ളത് കൊണ്ട് അവളുടേത് അവൾ കൊടുക്കണം, അതും അവൾക്ക് നിർബന്ധം ഇല്ല, കാരണം അവളുടെ ബാധ്യത ഭർത്താവിന്റെ മേലാണ്. അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് അത് ആരുടെയും മേൽ ബാധ്യത ഇല്ല. എങ്കിലും അവൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അവൾക്ക് അവളുടെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകൽ സുന്നത്താണ്, നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു ദരിദ്രവാസി, അദ്ദേഹത്തിനും എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിയിട്ട് ഫിത്ർ സക്കാത്ത് നൽകൽ നല്ലതാണ്. കടം വീട്ടാനൊക്കെ ബാഹ്യമായ വഴികൾ അദ്ദേഹം മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കടം വാങ്ങി ഫിത്ർ സക്കാത്ത് നൽകൽ നല്ലതാണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവ്, അപ്പൊ ഈ ഭർത്താവിന് ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉള്ളൊരു സംഗതിയാണ്. നിക്കാഹ് നേരത്തെ കഴിയും, എൻഗേജ്മെന്റ് അല്ല, ഒറിജിനൽ നിക്കാഹ് തന്നെ കഴിയും. അപ്പൊ ഇവര് ഭാര്യയായി, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഭാര്യയായിട്ടുണ്ട്. എന്നാൽ കല്യാണം കഴിയാത്തത് കൊണ്ട് ഒരുമിച്ച് താമസിക്കൽ തുടങ്ങിയിട്ടുണ്ടാവില്ല. കല്യാണാഘോഷം നടക്കാത്തത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഒരു വ്യക്തി ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ ഫിത്ർ സക്കാത്താണ് കൊടുക്കൽ നിർബന്ധം. ഒരാൾ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം ഉണ്ടാകുന്നത് തംകീനിന് ശേഷം. തംകീൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീനെ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കുക മീൻസ് ഇദ്ദേഹത്തിന് അവളെയും കൂട്ടി എപ്പോൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചാൽ യാത്ര പോകാനും അവളെ കൂടെ ഉദ്ദേശിക്കുമ്പോൾ താമസിക്കാനും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന രൂപത്തിൽ അവളെ വിട്ടുകൊടുത്തെങ്കിലേ, അല്ലെങ്കിൽ അവളുടെ ശരീരത്തെ ആ രൂപത്തിൽ ഇദ്ദേഹത്തിന് ആ രൂപത്തിൽ ഇദ്ദേഹവുമായി ജീവിക്കാൻ അവൾ തയ്യാറാകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളൂ. ഇപ്പം ചില ആധുനിക സാഹചര്യത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ എവിടെ വേണമെങ്കിലും പോകാം, ഓളെ കൂടെ താമസിക്കുക, അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഒരു പിതാവോ അല്ലെങ്കിൽ ആ സ്ത്രീയോ അതിന് തയ്യാറാണെങ്കിൽ, ഓളെ എങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഓളും പോകാൻ തയ്യാറാണ്, ഒരുമിച്ച് താമസിക്കാൻ മറ്റൊക്കെ സൗകര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ചെലവ് നിർബന്ധമാകും. അപ്പോൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അല്ലെങ്കിൽ അവളുടെ ഫിത്ർ സക്കാത്ത് എന്താവില്ല. കേവലം നിക്കാഹ് കൊണ്ട് മാത്രം ഫിത്ർ സക്കാത്ത് നിർബന്ധമാവില്ല. ചിലരിൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ അരി വാങ്ങാൻ ക്യാഷൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കും. നിർബന്ധമായിട്ടില്ലെങ്കിൽ അങ്ങനെ ക്യാഷ് കൊടുത്തേക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ഇയാളെ ബാധ്യതയിലില്ലാത്ത ആള് അവൾക്ക് വേണ്ടിയിട്ട് ഫിത്ർ സക്കാത്ത് അവളുടെ സമ്മതം ഇല്ലാതെ കൊടുത്താൽ വീടുകയും ഇല്ല. ഇപ്പോൾ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവരിപ്പം അവരാവശ്യത്തിനും വേണ്ടി ചെറിയ തൊഴിലിന് പോകുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്ററിങ് അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അധിക വിദ്യാർത്ഥികളും. അവരുടെ അടുത്ത് പൈസ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഫിത്ർ സക്കാത്ത് അവരാണോ നൽകേണ്ടത്, അതല്ല വാപ്പയാണോ പിതാവാണോ നൽകേണ്ടത്? ഇത് വളരെ ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. പലർക്കും അബദ്ധം പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന ആശയം സൂചിപ്പിച്ച് ഇമാമുകൾ സംസാരിച്ച സംഗതിയാണിത്. പെരുന്നാൾ രാപ്പകലുകൾ, പെരുന്നാൾ ദിവസം ഒരു പിതാവിന് മകൻ്റെ മേൽ ചെലവ് കൊടുക്കേണ്ട ബാധ്യത ഇല്ലെങ്കിൽ ആ മകൻ്റെ ഫിത്ർ സക്കാത്ത് പിതാവല്ല കൊടുക്കേണ്ടത്, അവൻ തന്നെയാണത് നോക്കേണ്ടത്. ഉദാഹരണം, നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽപ്പെട്ട ഒരു 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന ഒരു കുട്ടി, അവന് ജോലിക്ക് പോയിട്ട് പെരുന്നാൾ ദിവസത്തെ ചെലവിന് ഓനക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ളതും മറ്റുള്ള ക്യാഷ് അവൻ്റെ കയ്യിലുണ്ട്. ഒരു 500 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 1000, എത്ര ഒരു അന്നത്തെ ഭക്ഷണത്തിന് ആവശ്യമുള്ള തുക അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിതാവ് അവന് ചെലവ് കൊടുക്കൽ എന്തില്ല, നിർബന്ധം ഇല്ല. പിതാവ് ചെലവ് കൊടുക്കൽ നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഫിത്ർ സക്കാത്ത്, ഇവന് മുതിർന്ന ആളാണ്, പ്രായപൂർത്തിയായ ആളാണ്, അതുകൊണ്ട് അവൻ്റെ ഫിത്ർ സക്കാത്ത് ഇവൻ്റെ ഉപ്പ കൊടുത്താൽ ഒരു നിലക്കും ആ ബാധ്യത വീടുകയില്ല. അവൻ്റെ ഫിത്ർ സക്കാത്ത് അവൻ തന്നെയാണ് നൽകേണ്ടത്. അപ്പം അവൻ തന്നെ നൽകുക എന്ന് പറയുമ്പോൾ, എങ്കിലും നമ്മളെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ട്. വീട്ടിൽ ഉപ്പയോ മറ്റോ ക്യാഷ് കൊടുത്ത് കുറേ അരി കൊണ്ടുവന്നിട്ട് എല്ലാവരുടേതും കണക്കാക്കി വിഹിതം വെക്കുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റം പൂർണ്ണമായി തെറ്റാണെന്നാണോ പറയുന്നത് എന്നാണ് ഒരു അടുത്ത ചോദ്യം വരിക. അതിന് മറുപടി, ആ സിസ്റ്റം തെറ്റിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി?
ഇവൻ്റേത് പിതാവോ മറ്റാളോ ഇനി നൽകണമെങ്കിൽ ഇവന്റെ സമ്മതം വേണം. കാരണം ഇവൻ ഇപ്പം സ്വന്തം കൊടുക്കാൻ ശേഷിയുള്ള ആളാണ്. അപ്പൊ അവനാണ് അവൻ്റേത് നൽകേണ്ടത്. അവൻ നൽകാൻ ബാധ്യസ്ഥനായിരിക്കും. മറ്റുള്ളവർ അവൻ്റേത് നൽകണമെങ്കിൽ അവന്റെ സമ്മതം വേണം. അപ്പൊ ഉപ്പ അവനോട് ചോദിച്ചാൽ മതി, നിന്റേത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് അതിന്റെ ഒരു മാനദണ്ഡം. ഇനി ഇവനെപ്പോലെ അല്ലെങ്കിൽ ഇനി ഒന്നുകൂടെ ജോലിക്കൊക്കെ നന്നായി പോകാൻ പറ്റുന്ന ചിലപ്പോൾ മുതിർന്ന മക്കളുണ്ടാവും. അവരിപ്പോൾ ജോലിക്ക് പോകുന്നൊന്നും ഉണ്ടാവില്ല. അവർക്ക് ജോലിക്ക് പോകാനൊക്കെ ശരിക്കും സാധിക്കും. എന്നിട്ട് ജോലിക്ക് പോകാതെ മടിയന്മാരായി നിൽക്കുന്ന മക്കളുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും പിതാവ് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയില്ല. കാരണം അവരുടെ ചെലവ് അവർ തന്നെയാണ് നോക്കേണ്ടത്. അവർ മടിയന്മാരായതിന് വാപ്പ ഉത്തരവാദി അല്ല. ഇനി അവരുടേത് വാപ്പക്കോ മറ്റോ കൊടുക്കാം, അവരുടെ സമ്മതം വേണം. ഇനി വാപ്പക്കെന്നല്ല, നമ്മുടെ നാട്ടിലുള്ള ഇതേപോലത്തെ കുറേ ചെറുപ്പക്കാരുണ്ട്, ജോലിക്കൊന്നും പോകാതെ അവരുടെ ക്യാഷ് ഒന്നുമില്ല. എന്നാൽ അവരുടെ ഫിത്ർ സക്കാത്തിന്റെ ബാധ്യത നമുക്കാർക്കില്ല. എങ്കിലും ഞാൻ ഏറ്റെടുത്തെന്ന് വിചാരിച്ചോളൂ, നിങ്ങളൊക്കെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഓ ഓക്കെ, നിങ്ങൾ കൊടുത്തോളൂ, സന്തോഷം എന്ന് അവർ പറഞ്ഞു. അവരെ സമ്മതം കിട്ടി എനിക്കും കൊടുക്കാം. അതേപോലെ വാപ്പ സമ്മതം എടുത്താൽ വാപ്പക്കും നൽകാവുന്നതാണ്. വാപ്പ നൽകിയാലും ബാധ്യത വിടും. അതേസമയം ഇനി ജോലിക്ക് പോകാനാവാത്ത കുട്ടിയാണ്, അതിനൊന്നും ഉള്ള ഒരു ശേഷി എത്തിയിട്ടില്ല, എങ്കിലും അവർക്കൊരു പ്രായപൂർത്തിയായിട്ടുണ്ട്. ഓൻ്റെ കയ്യിൽ ബൈ ചാൻസിൽ ആരോ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തു. അപ്പം അന്നേരത്തെ ചിലവ് കഴിയാൻ ആ പൈസ മതിയാകുമെങ്കിലും പിതാവ് കൊടുത്താൽ ബാധ്യത വിടൂല. കാരണം അന്നേരത്തെ ചിലവ് പിതാവിൽ നിന്ന് ഒഴിവായി, ഓൻ്റെ കയ്യിൽ ഈ എമൗണ്ട് എത്തലോട് കൂടിയിട്ട് ഒഴിവായി. അപ്പോൾ പിന്നെ അവൻ്റേത് പിതാവ് കൊടുത്താൽ വിടണമെങ്കിൽ അവൻ്റെ സമ്മതം വേണം. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ ഒരു സമ്മതം അങ്ങോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഓനെ ഏൽപ്പിച്ചാൽ മതി. എൻ്റെ നിങ്ങൾ കൊടുത്തോളൂ എന്ന് ഉപ്പനോട് ഏൽപ്പിച്ചാൽ മതി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മസാലയാണെന്നും ഇത് കസീറുൽ വഖൂഅ ധാരാളം ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും ബാഷിൻ റഹിമഹുല്ല ബുശറൽ കരീമിലും അതേപോലെ അത് ഷെർവാനി റഹിമഹുല്ല ഹാഷിയത്തു തുഹ്ഫയിലൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഭർത്താവ് വിദേശത്താണ്, ഭാര്യ മക്കള് നാട്ടിലാണ്. ആ ഭർത്താവ് സമ്പത്ത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട്, വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഭാര്യയ്ക്ക് മക്കളുടെയും തൻ്റെയും ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഭർത്താവ് വിദേശത്താണുള്ളത്, ആ ഫിത്ർ സക്കാത്ത് നാട്ടിലുള്ള ഭാര്യ, ഭർത്താവ് ഗൾഫിലാണുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫിത്ർ സക്കാത്ത് നാട്ടിലുള്ള ഭാര്യ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ആകത്തുക. അങ്ങനെ ഭർത്താവ് ആദ്യം അവിടെ ഭർത്താവിൻ്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യണം. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഫിത്ർ സക്കാത്ത് അദ്ദേഹമുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കണം. അത് നാട്ടിലല്ല കൊടുക്കേണ്ടത്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിശദീകരിക്കാം. ഭാര്യയുടെയും മക്കളുടേതും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഭർത്താവ് ഭാര്യയെ ഏൽപ്പിച്ചാൽ അവൾക്ക് നൽകാം. കാരണം ഭാര്യൻ്റെയും മക്കളുടെയും ചെലവ് കൊടുക്കൽ ബാധ്യത ആർക്കാണ്? ഭർത്താവിനാണ് ഉള്ളത്. അയാൾ ഏൽപ്പിച്ചാൽ നൽകാം. അദ്ദേഹം ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും ഭാര്യയ്ക്ക് ബാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇനി അദ്ദേഹം ഏൽപ്പിക്കൽ കൂടാതെ തന്നെ ഭാര്യ അവളുടേത് സ്വന്തം ഫിത്ർ സക്കാത്ത് അവളുടെ ക്യാഷിൽ നിന്ന് എടുത്തു നൽകുകയാണെങ്കിൽ അവളുടെ ഫിത്ർ സക്കാത്ത് വീടും. അതായത് ഒരു പൊതു നിയമമുണ്ട്, ഒരു വ്യക്തിയുടെ ഫിത്ർ സക്കാത്ത് മറ്റൊരാളുടെ മേലിലാണ് ബാധ്യത ഉള്ളതെങ്കിലും ആ ബാധ്യത ഉള്ള ആള് ചെയ്യുന്നതിന് പകരം ഈ വ്യക്തി തന്നെ സ്വയം ചെയ്താലും ആ ബാധ്യത വീടുമെന്ന് തുഹ്ഫയും നിഹായയും മറ്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ഖുർദി റഹിമഹുള്ളയുടെ ഫത്താവയിൽ ഇത് എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടേത് സ്വന്തമാണെങ്കിൽ കൊടുക്കുക, അയാളെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാം. കാരണം അവളുടേതായ ഫിത്ർ സക്കാത്ത് അവൾക്ക് കൊടുക്കാം. ഇനി അവൾ തന്നെ അവളുടേത് നൽകുമ്പോൾ ഭർത്താവ് വിദേശത്ത് നിന്ന് അയച്ച ഭർത്താവിന്റെ ക്യാഷിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അവൾ എടുത്തു കൊടുക്കുന്നതിൽ പൂർണ്ണ തൃപ്തി ഉണ്ട് എന്ന് അവൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാവുന്നതാണ്. അതേ സമയത്ത് അദ്ദേഹം ഒരു പലിശ സ്വഭാവക്കാരനാണ്, അദ്ദേഹം പറയാതെ എടുത്തു കൊടുക്കുന്നതായിട്ട് പൊരുത്തല്ല എന്ന് ഇവൾക്ക് അറിയാം, അല്ലെങ്കിൽ പൊരുത്തണ്ടോ എന്ന് ഡൗട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തൃപ്തി ഉണ്ട് എന്ന് ബോധ്യമില്ലെങ്കിൽ എടുത്തു കൊടുക്കൽ ഭാര്യയ്ക്ക് ഹറാമാണ്. ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കൽ ഹറാമാണ്. അതേസമയത്ത് അവളുടേതായ സ്വത്തുണ്ടെങ്കിൽ അവൾക്ക് അതിൽ നിന്ന് എടുത്തു നൽകാവുന്നതാണ്. മക്കളുടേത് അവൾ ഭർത്താവിൻ്റെ ക്യാഷിൽ നിന്നോ അവളുടെ ക്യാഷിൽ നിന്നോ പ്രായപൂർത്തിയാകാത്ത മക്കളുടേത് അവൾ എടുത്ത് നൽകിയാൽ ഒരിക്കലും വീടൂല. കാരണം അവരുടെ ബാധ്യത ആർക്കാണുള്ളത്? ഭർത്താവിനാണ്. ഇനി അദ്ദേഹം ഈ ഉത്തരവാദിത്വം നൽകി ഏൽപ്പിച്ചാൽ വക്കാലത്താക്കിയാൽ, വക്കാലത്ത് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ മതി, മക്കളുടെ ഫിത്ർ സക്കാത്ത് നീ കൊടുക്കണേ എന്നൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഏൽപ്പിക്കൽ വന്നിട്ടില്ലെങ്കിൽ അവൾ നൽകിയാൽ വീടൂല.
അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് നൽകേണ്ട സമയമാകുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും, ഓർമ്മ അല്ലെങ്കിൽ ഭാര്യമാർ വാട്സാപ്പിലോ മറ്റോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടേ, മക്കളുടേതും കൂടെ കൊടുക്കാൻ എന്നെ നിങ്ങളൊന്ന് ഏൽപ്പിക്കണം, ഞാൻ കൊടുക്കുന്നുണ്ടേ, നിങ്ങൾക്ക് സമ്മതം തന്നെയാണല്ലോ എന്നൊരു സമ്മതം അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദം വാങ്ങിയാൽ മതി. എന്നാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞു. ഗൾഫിലുള്ളവരുടെ ഫിത്ർ സക്കാത്ത് അവിടെ ചിലപ്പം അരി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരാം, അതല്ലെങ്കിൽ അവകാശികളില്ലാത്ത അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ അത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? അതിനെന്താണ് ഒരു പരിഹാരം? ഇത് സാധാരണ ആളുകൾ വെക്കുന്ന ഒരു പ്രശ്നമാണ്. വിദേശത്ത് നമ്മൾ അരി വാങ്ങിക്കൊടുത്താൽ അരി ആരും സ്വീകരിക്കൂല, എന്നാൽ ക്യാഷ് കൊടുത്താൽ പോരെ എന്നൊക്കെ സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ക്യാഷ് കൊടുക്കാൻ പറ്റില്ല, ക്യാഷ് പറ്റുമെന്നൊരു അഭിപ്രായം പോലും ഷാഫി മദ്ഹബിൽ ഇല്ല എന്ന് ഇമാം റംലി റഹിമഹുല്ലാഹ് നിഹായിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഹനഫി മദ്ഹബിലൊക്കെ അങ്ങനെ ക്യാഷ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്. ഹനഫി മദ്ഹബിലെ സക്കാത്തിന്റെ നിയമങ്ങളെല്ലാം ഒരാൾ പഠിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിരോധമല്ല. ഏതായാലും ഷാഫി മദ്ഹബ് അനുസരിച്ച് സംസാരിക്കുമ്പോൾ അവകാശികൾ അവിടെ തീരെ ഇല്ലാന്നോ അല്ലെങ്കിൽ അത് വാങ്ങാൻ ആളില്ല എന്ന് പറഞ്ഞാൽ 100% അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തിന്റെ റൂമിൽ തന്നെ സക്കാത്തിന്റെ അവകാശികളായ മനുഷ്യന്മാരുണ്ടാവില്ലേ, ഇദ്ദേഹം ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ വേറെ ആളുണ്ടാവില്ലേ, അത് അവിടെയുള്ള സ്വദേശികൾ തന്നെ ആവണ്ട, ഇവിടുന്ന് പോയിട്ട് അവിടെയുള്ള ആളാലും മതി. അപ്പം നമ്മൾ രണ്ടാളും കൂടി ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സക്കാത്തിന്റെ അവകാശിയായ കടക്കാരനോ ഫക്കീറോ മിസ്കീനോ ഏതോ ഒരു വകുപ്പിൽപ്പെട്ട ആളാണെങ്കിൽ എൻ്റെ ഫിത്ർ സക്കാത്ത് നിങ്ങൾക്ക് നൽകാം. ഇനി ഞാനും അവകാശിയാണെങ്കിൽ നിങ്ങളുടെ തിരിച്ച് ഇങ്ങോട്ടും നൽകാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നൽകിയാൽ മതി. ഒരു റൂമിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അപ്പുറപ്പുറമുള്ളവർക്കൊക്കെ തമ്മിൽ നൽകാം. ഇനി ഇതിനും അസൗകര്യം ഉണ്ട് എങ്കിൽ ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് ഒരു വ്യക്തി എവിടെയാണോ ഉള്ളത്, അവസാന നോമ്പിൻ്റെ അസ്തമാന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത്, മറ്റു നാട്ടിൽ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ മറ്റു നാടുകളിൽ കൊടുക്കാമെന്ന ഒരഭിപ്രായം ഷാഫി മദ്ഹബിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അജീൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ദുന്യാവിൽ എവിടെയെങ്കിലും അവകാശിൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി എന്നാണ് അവരുടെ നിലപാട്. ആ അഭിപ്രായം ഖിയാനത്തിലും തുറശ്ശീഹിലും മറ്റെല്ലാ മുത്തഅഖിരീങ്ങളും മിക്ക കിതാബുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം. എങ്കിലും ഏറ്റവും സൂക്ഷ്മത ആദ്യം പറഞ്ഞ രൂപത്തിൽ അവനവനുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കലാണ് നല്ലത്. ഇപ്പം നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നാട്ടിലേക്ക് അരി വിമാനത്തിൽ അയക്കൊന്നും വേണ്ട, നാട്ടിൽ അരി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഫോണിൽ കൂടി വക്കാലത്താക്കാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഈ ക്യാഷ് കൊണ്ട് അരി വാങ്ങി കൊടുക്കണം എന്ന് പറയുകയും എന്നിട്ട് അതുകൊണ്ട് അരി വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് മതി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ആൾ നിയത്ത് ചെയ്യണമെന്ന് മാത്രം. ഗൾഫിലുള്ള ഒരാളെ അയാൾ തൻ്റെ ഫിത്ർ സക്കാത്ത് തൻ്റെ റൂമിലുള്ള ഒരാൾക്ക് കൊടുത്തു, അയാൾ തിരിച്ച് ഇങ്ങോട്ട് നൽകി. അങ്ങനെ ഈ ഭക്ഷണം ഈ അരി ഒന്നായിട്ട് മിക്സ് ചെയ്ത് ഇവരെന്ത് ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാവർക്കും ഭക്ഷിക്കാൻ പറ്റുമോ? അതായത് എൻ്റെ ഫിത്ർ സക്കാത്ത് ഞാൻ നിങ്ങൾക്ക് തന്നു, വേറെ ഉദാഹരണത്തിൽ കൂടെ പറയാം. എന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ പെരുന്നാളിൻ്റെ അന്ന് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിസ്കരിച്ചു പോകുമ്പോൾ ആ ചോറിനെ വിളിച്ചാൽ ഞാൻ തിന്നാൻ പറ്റുമോ എന്നായി പോയി ചോദ്യത്തിലാകത്തുക. അതിന് യാതൊരു വിരോധവും ഇല്ല. ഇപ്പോൾ ഫത്ഹുൽ മുഈനിൽ തന്നെ ഒരു മസല പറയുന്നുണ്ട്, ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് നൽകാവുന്നതാണ്. വൈൻ അൻഫഖ അലൈഹ, അങ്ങനെ എൻ്റെ ഓർമ്മ, ഭർത്താവ് അത് എടുത്തിട്ട് അവൾക്ക് തന്നെ ചെലവ് നടത്തിയാലും ശരി കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഫിത്ർ സക്കാത്ത് ഒരാൾ അവകാശിക്ക് നൽകലോടുകൂടി ബാധ്യത കഴിഞ്ഞു. അവകാശി വീണ്ടും അത് ഇയാൾക്ക് തന്നെ ദാനം നൽകലോ വേവിച്ചോ വേവിക്കാതെ ദാനം നൽകലോ അയാളെ ഇഷ്ടമാണ്. അപ്പോൾ പരസ്പരം എല്ലാവരും കൂടി പൊരുത്തപ്പെട്ടിട്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിച്ചാൽ അതിന് വിരോധമൊന്നും ഇല്ല. ഫിത്ർ സക്കാത്തിൻ്റെ അരി കടയിൽ നിന്ന് വാങ്ങി നൽകേണ്ടതുണ്ടോ? അതല്ല, ഉദാഹരണത്തിന് എനിക്ക് കുറേ ആളുകൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി തന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതെടുത്താണ്ട് എൻ്റെയും എൻ്റെ ചിലവെടുക്കുന്ന ആളുകളുടെയും ഫിത്ർ സക്കാത്ത് ഈ അരി പകരമായി കൊടുക്കാൻ പറ്റുമോ? അതായത് ഫിത്ർ സക്കാത്തിന്റെ അരി നമ്മൾ അധ്വാനിച്ച ക്യാഷ് കൊണ്ട് തന്നെ വാങ്ങണം. അല്ലാതെ നമുക്ക് ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്നോ മറ്റോ നമ്മൾ അവകാശിയായതുകൊണ്ട് അരി കിട്ടിയിട്ടുണ്ടാകും. ഈ കിട്ടിയത് തന്നെ എടുത്തിട്ട് അവകാശികൾക്ക് നൽകാമോ എന്നാണ് ചോദ്യം. നൽകുന്നതിന് യാതൊരു വിരോധവുമില്ല. ഫിത്ർ സക്കാത്തിന്റെ അരി കിട്ടലോടുകൂടി അത് നമ്മുടേതായി, നമ്മുടെ സാധനം ആകലോടുകൂടി നമുക്കത് എടുക്കുകയും ചെയ്യാം, മറ്റൊരാൾക്ക് നിയത്ത് ചെയ്ത് വിതരണം ചെയ്യാവുന്നതാണ്. അതിന് വിരോധമില്ല എന്ന ആശയം ഖത്തീബ് ശിർബീനി റഹിമഹുള്ളയുടെ മുവനിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. നോമ്പ്, ആ നോമ്പിന് തന്നെ ഒരാൾ എന്ത് ചെയ്തു,
തൻ്റെയും തൻ്റെ ചെലവ് കൊടുക്കുന്ന ആളുകളുടെയും ഫിത്ർ സക്കാത്ത് എന്ത് വിതരണം ചെയ്തു. ഫിത്ർ സക്കാത്തിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ മാസം കണ്ടതോ അല്ലെങ്കിൽ റമദാൻ 30 അന്ന് രാത്രിയോ ആണല്ലോ. പക്ഷെ അതിന് മുമ്പ് വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്യുന്നതിന് വല്ല പ്രശ്നവുമുണ്ടോ? അതായത് റമദാനിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. റമദാൻ 1 തന്നെ കൊടുക്കാൻ പറ്റുമെന്ന്. അതെ. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന അവസാന നോമ്പിന്റെ അസ്തമാന സമയത്താണെങ്കിലും റമദാൻ 1 മുതൽ തന്നെ നൽകൽ അനുവദനീയമാണ്. അങ്ങനെ നൽകിയാൽ ആ ബാധ്യത വിടും. എങ്കിലും ഏറ്റവും ഉത്തമം സൂര്യൻ അസ്തമിച്ച ശേഷം, അവസാന നോമ്പിന്റെ സൂര്യൻ അസ്തമിച്ച ശേഷം മുതൽ, ആ സമയം മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയൊക്കെയാണ് ഏറ്റവും ഉത്തമം. ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തേക്ക് ബന്ധിപ്പിക്കൽ കറാഹത്താണ്. എന്നാൽ പെരുന്നാൾ നിസ്കരിക്കുന്ന പകലുണ്ടല്ലോ, അതിൻ്റെ അന്നേരത്തെ മഗ്‌രിബിന്റെ സമയമാകലോടുകൂടി ഇത് അദാ ആയി നൽകേണ്ട സമയം കഴിഞ്ഞു. അന്നത്തെ മഗ്‌രിബിന്റെ അപ്പുറത്തേക്ക് ഫിത്ർ സക്കാത്തിന്റെ അരി നൽകാതെ ബന്ധിപ്പിക്കൽ ഹറാമാണ്. നമ്മൾ ഏതോ ഒരു ഹോസ്പിറ്റൽ ICU നമ്മൾ കിടക്കുകയാണ്, നമുക്ക് ദാനം ചെയ്യാനും കഴിഞ്ഞില്ല, എന്നാലും പ്രശ്നമില്ല. അത്തരം സാഹചര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വന്തമായി നൽകണം. സ്വന്തമായി നൽകാൻ കഴിയാത്ത ആളുകൾ വേറെ വക്കാലത്താക്കിയിട്ടെങ്കിലും ഫിത്ർ സക്കാത്ത് നൽകണമെന്ന ആശയം ഖുർദി റഹിമഹുല്ലാഹിന്റെ ഫത്താവയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യണം? നൽകണം. ഇത് അല്ലാതെ ആ ദിവസത്തിന് രാത്രിൻ്റെ അപ്പുറത്തേക്ക്, ആ മഗ്‌രിബിന്റെ അപ്പുറത്തേക്ക് ബന്ധിപ്പിക്കൽ ഹറാമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തേക്ക് ബന്ധിപ്പിക്കൽ കറാഹത്താണ്, നല്ലതല്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ഒരു അടുത്ത ബന്ധു അല്ലെങ്കിൽ അയൽവാസി, അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ വളരെ സക്കാത്തിലേക്ക് ആവശ്യമുള്ള ഒരാൾ ഉച്ചൻ്റെ ശേഷം നാട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് മഗ്‌രിബ് വരെ ബന്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ ജോലിക്ക് ദൂരെ സ്ഥലത്ത് പോയതാണ്, അദ്ദേഹം വൈകുന്നേരം 5 മണിക്ക് എത്തും പെരുന്നാളിൻ്റെ അന്ന്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് അപ്പുറത്തേക്ക് വൈകുന്നേരം 5 മണി വരെ വെയിറ്റ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ ആ മഗ്‌രിബിന്റെ അപ്പുറത്തേക്ക് ബന്ധിപ്പിക്കൽ എന്താണ്? ഹറാമാണ്. ഇപ്പൊ ചില നാടുകളിലൊക്കെ പള്ളിയിലെ മദ്രസയിലെ ഉസ്താദുമാർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവും. എന്നിട്ട് ഉസ്താദ് നോമ്പിന്റെ മുമ്പേ നാട്ടിൽ പോയതായിരിക്കും. ഇനി ഉസ്താദ് വേറെ എപ്പോഴാണ്? പെരുന്നാളും കഴിഞ്ഞ് ചൊവ്വാൽ 6 ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. ആ ഉസ്താദിന് വേണ്ടി ഫിത്ർ സക്കാത്തിന്റെ അരി എടുത്ത് ബന്ധിച്ച് വെക്കുക, ഇത് പാടില്ല, തെറ്റാണ്, ഹറാമാണ്. അന്ന് അവിടെ ഉസ്താദ് ഉണ്ടെങ്കിൽ, പെരുന്നാളിന്റെ അന്ന് ഉണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ റമദാനിലെ ഏതെങ്കിലും ദിവസം ഉസ്താദ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം കൊടുക്കാം. അല്ലാതെ പെരുന്നാളിന്റെ അപ്പുറത്തേക്ക് ബന്ധിപ്പിക്കൽ ഹറാമാണ്. റമദാൻ 1 ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരാൾ ഫിത്ർ സക്കാത്ത് റമദാൻ 1 തന്നെ കൊടുത്തു. പക്ഷേ ഈ ഫിത്ർ സക്കാത്തിന്റെ അവകാശി പെരുന്നാളിന്റെ ദിവസത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. അതായത് വാങ്ങിയ ആൾ മരിച്ചുപോയി. അതെ, വാങ്ങിയ ആൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു പരിഹാരം? അതായത് ശരിക്കും നമ്മളെ മേൽ നിർബന്ധ ബാധ്യത വരുന്നത് അവസാന നോമ്പിന്റെ അസ്തമാന സമയത്താണ് നിർബന്ധമാകുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ കൊടുക്കൽ അനുവദനീയമാണ്. മുമ്പേ കൊടുക്കുന്ന സമയത്ത് അവിടെ നിബന്ധനയുണ്ട്. നമുക്ക് നിർബന്ധമാകുന്ന സമയത്ത് ഈ വാങ്ങിയ വ്യക്തി അവകാശിയായി നിലനിൽക്കണമെന്നൊരു നിബന്ധനയുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മൾക്ക് നോമ്പ് 1 കൊടുത്തു, ഈ വാങ്ങിയ ആൾ നോമ്പ് 2 അല്ലെങ്കിൽ നോമ്പ് 28 മരണപ്പെട്ടു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് നിർബന്ധമാകുന്ന ആ ഡേറ്റിൽ ഈ വാങ്ങിയ ആൾ അവകാശിയായി നിലനിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ കൊടുത്തത് എന്തായിപ്പോയി? നിഷ്ഫലമായി, അത് അസാധുവായി, ഇപ്പം മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടെ അത് മാറ്റി ആവർത്തിച്ച് നൽകണം. അതേപോലെ സക്കാത്തിന് അവകാശികൾപ്പെട്ട ഫക്കീർ മിസ്കീനൊക്കെയാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് അവകാശികൾക്ക്. അപ്പോൾ അവകാശിയെ ഒരാൾ നമ്മൾ റമദാനിന് 1 കൊടുത്തു, അല്ലെങ്കിൽ റമദാൻ 5 കൊടുത്തു. ഈ അവകാശി എവിടുന്നോ അത്ഭുതകരമായി ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആരോ വലിയ എമൗണ്ട് ദാനം നൽകി. ഇയാൾ ഭയങ്കര സമ്പന്നനായി. പെരുന്നാളിൻ്റെ ആ സമയമായപ്പോഴേക്ക് ഇയാൾ ഭയങ്കര സക്കാത്ത് വാങ്ങാൻ പറ്റിയ ആളല്ലാതെയായി മാറി. എന്നാൽ നമ്മൾ നേരത്തെ കൊടുത്തത് ബാധ്യത വിടുകയില്ല. നമ്മൾ ഒന്നുകൂടെ ആവർത്തിച്ച് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി നമ്മൾ കൊടുത്ത വ്യക്തി അവകാശി അല്ലാതായി മാറിയിട്ടുണ്ടോ അല്ലെ നമുക്ക് ഡൗട്ട് തോന്നുന്നു, അതിന് പ്രസക്തിയൊന്നുമില്ല എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ അവകാശി അല്ലാതായി എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് വേറെ അവകാശിക്ക് എന്ത് ചെയ്യണം? നൽകണം. ഈ ഫിത്ർ സക്കാത്ത് ആർക്കാണ് നൽകേണ്ടത്? എത്ര പേർക്ക് നൽകണം? ഫിത്ർ സക്കാത്ത് ആർക്കാണ് നൽകേണ്ടതെന്നാണ് ചോദ്യം. അതിന് മുമ്പൊരു കാര്യം നേരത്തെ
പറഞ്ഞ് ചില വിഷയവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പറയാണ്. ഒരു വ്യക്തി അസ്തമാന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ അല്ലാമ ഷെർവാനി റഹിമഹുള്ള അവിടെ തുഹഫയുടെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഒരാള് വൈകുന്നേര സമയം, നോമ്പിന്റെ അവസാന വൈകുന്നേരം മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അയാൾ താമസിക്കുന്ന ആ നാടിന്റെ പുറത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ പോയെങ്കിൽ അയാൾ നാട്ടിലല്ല, നാടിന്റെ പുറത്തുള്ള ഒരു ഏരിയക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അവിടെ വെച്ചിട്ടാണ് അസ്തമാനം സംഭവിക്കുന്നതെങ്കിൽ അസ്തമാന സമയത്ത് ഒരു മനുഷ്യന് എവിടെയാണുള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഫിത്ർ സക്കാത്ത് അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ അരി വാങ്ങി അവിടെ ഏതെങ്കിലും അവകാശികൾ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ എന്ത് ചെയ്യണം, ഏൽപ്പിക്കണം. അല്ലെങ്കിൽ അവിടുത്തെ ഒരു പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് എന്താക്കുക, കൊടുക്കുക. ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്ന ഏതെങ്കിലും അവകാശികൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണമെന്നിട്ട് ഏൽപ്പിക്കണം. ഇതാണ് അതിൽ പ്രബലമായ അഭിപ്രായം. ഇത് ഷെർവാനി റഹിമഹുള്ളക്ക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇതനുസരിച്ച് പ്രവർത്തിക്കൽ ആളുകൾക്ക് ഒരു പ്രയാസമായിട്ട് തോന്നും. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഇബ്നു അജീൽ റഹിമഹുള്ള പറഞ്ഞതനുസരിച്ച് ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും ഇത്തരം സക്കാത്തുകൾ നൽകാമെന്നൊരു അഭിപ്രായമുണ്ട്. അതനുസരിച്ച് നമ്മൾ സ്വന്തം നാട്ടിലെത്തിയതിനു ശേഷം നൽകാവുന്നതാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം, ആർക്കാണ് നൽകേണ്ടത് എന്നാണ് ചോദ്യം. സക്കാത്തിന്റെ 8 അവകാശികൾ, ആ അവകാശികൾക്കാണ് നൽകേണ്ടത്. ആ അവകാശികൾ ആരാന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. ഈ 8 അവകാശികളിൽ നിന്നൊക്കെ നൽകാൻ പറ്റുള്ളൂ. ഇതല്ലാത്ത ഒരു സംവിധാനത്തിന് നൽകാൻ പറ്റില്ല. ഏതെങ്കിലും പള്ളിക്കോ മദ്രസക്കോ ഒന്നും നൽകാൻ പറ്റില്ല. പള്ളി മദ്രസയൊന്നും സക്കാത്തിന്റെ 8 അവകാശികളിലില്ല. അല്ലാഹു തആല ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ, ഈ സക്കാത്തിന്റെ അവകാശികൾ ഇവർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു 8 വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഇവരല്ലാത്ത മറ്റൊരു വിഭാഗം അവകാശികളിലില്ല. അതിൽ പള്ളിയോ മദ്രസയൊന്നും ഇല്ല. അതിന് കൊടുത്താൽ സക്കാത്ത് വീടുമെന്ന് എടുക്കാൻ പറ്റിയിട്ട് അഭിപ്രായം പോലും 4 മദ്ഹബ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഫിത്ർ സക്കാത്ത് അല്ലെങ്കിൽ മറ്റ് സക്കാത്തും പള്ളി മദ്രസകൾക്കൊന്നും അല്ലെങ്കിൽ സംഘടനകൾക്കൊന്നും നൽകാൻ പറ്റൂല. പിന്നെ ചിലർ യത്തീംഖാനക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. യത്തീംഖാനയിലേക്ക് കൊടുത്ത് അത് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡാക്കി കുട്ടികൾക്ക് ഭക്ഷിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റൂല. കാരണം അവിടുത്തെ അവകാശികൾക്ക് അത് നമ്മൾ ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല, നിശ്ചിത അവകാശിക്ക് കൊടുക്കുന്നില്ല. അതേസമയത്ത് യത്തീംഖാനയിലുള്ള ഒരു കുട്ടിക്ക് നമ്മളിത് കൊടുത്തു, ആ കുട്ടി സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ യത്തീംഖാനയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടി ചിലപ്പോൾ യത്തീമാണെന്നത് കൊണ്ട് കുട്ടി അവകാശിയായിക്കൊള്ളുന്നില്ല. ഉപ്പ മരിച്ചു എന്നതുകൊണ്ട് ചിലപ്പോൾ കുട്ടി അവകാശിയാവില്ല. കാരണം ഉപ്പ മരിച്ച ഒരു കോടീശ്വരൻ മരണപ്പെട്ടു, അപ്പോൾ അയാളെ മകന് യത്തീമാണ്, പക്ഷേ സക്കാത്തിന്റെ അവകാശിയാവില്ല. ഏതായാലും അവകാശിയായ ഒരു സ്ഥാപനത്തിൽ കുട്ടിക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുത്താൽ ആ കുട്ടിക്ക് കൊടുത്താൽ വിടും. എന്നല്ലാതെ സ്ഥാപനത്തിലേക്ക് കൊടുത്തിട്ട് അതവിടെ ചോറ് വെക്കാൻ വേണ്ടി കൊടുത്താൽ സക്കാത്ത് വിടൂല. കാരണം നിശ്ചിത അവകാശിക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് സാധനം കൊടുക്കുന്നില്ല. അവകാശിക്ക് കിട്ടിയ പിന്നെ അയാൾ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റണം, അത് വിൽക്കാനോ വേറൊക്കെ സംഭാവന ചെയ്യാനൊക്കെ പറ്റണം. കമ്മിറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ആ അരി ഓരോ വീട്ടിൽ കൊണ്ടുപോകാനോ അവർക്കത് വിൽക്കാനോ മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കൃത്യമായ അവകാശികൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കലില്ലാത്തതുകൊണ്ട് ബാധ്യത വിടുകയില്ല. ഇനി കൊടുക്കേണ്ടത് എത്ര പേർക്ക് കൊടുക്കണം എന്നാണ് ചോദിച്ചത്. അവിടെ ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച്, ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, കൂടുതൽ സൂക്ഷ്മത പാലിക്കാൻ നല്ലതാണ്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് എത്ര വിഭാഗം ആളുകളാണോ ഈ സക്കാത്ത് വിതരണം ചെയ്യുന്ന വ്യക്തിയുടെ നാട്ടിലുള്ളത് എങ്കിൽ അത്രയും ആ ഓരോ വിഭാഗത്തിലും പെട്ട ചുരുങ്ങിയത് 3 പേർക്കെങ്കിലും നൽകണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവും ഫക്കീർ, മിസ്കീൻ, കടക്കാരൻ, ഈ 3 ആളുകൾ വ്യാപകമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 ഫക്കീറിന്, ഒരു 3 മിസ്കീന്, 3 കടമുള്ള ആളുകൾക്ക് നൽകണം. അപ്പോൾ ഒരു വ്യക്തിയുടെ അരി, കുറഞ്ഞ അരി ഇങ്ങനെ എല്ലാവർക്കും കൊടുത്താൽ ലേശമല്ലേ ഉണ്ടാവുള്ളൂ എന്നാണ് ചോദ്യം. അതെ, അങ്ങനെ പലരിൽ നിന്നും ലേശം കിട്ടുമ്പോൾ കിട്ടുന്ന വ്യക്തിക്ക് പെരുന്നാളിൻ്റെ അന്ന് സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തണം എന്നതാണ് അവിടെ ഇസ്ലാം ഒന്നാമതായിട്ട് പറയുന്നത്. അതേസമയം ഇതൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സൊല്യൂഷനായിട്ട് അല്ലാമ തെർമസി റഹിമഹുല്ല ബാഫലിൻ്റെ ഹാഷിയയിൽ മൗഹിബയിൽ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വ്യക്തികളെ ഫിത്ർ സക്കാത്ത് കൊണ്ട് ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് അത് 3 അത് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട 3 ആളുകൾക്ക് കൊടുത്താൽ എല്ലാവരിൽ നിന്നും എല്ലായിടത്തും എത്തുന്ന ഒരു സിസ്റ്റം അവിടെ രൂപപ്പെട്ടു വന്നോളും.
അത് അങ്ങനെ ചെയ്യാമെന്നൊരു രീതി അല്ലാമ തെർമസി റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ, എല്ലാവരുടെയും കൂടെ അങ്ങ് എടുത്ത് വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കല, അവിടെയൊക്കെ സുഖമായി നടപ്പിലാക്കാൻ പറ്റും. ഇനി അതിലൊക്കെ അസൗകര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഇബ്നു അജീൽ റഹിമഹുല്ലാക്ക് ഒരു വ്യക്തിക്ക് കൊടുത്താൽ തന്നെ ബാധ്യത വിടുമെന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ചും പ്രവർത്തിക്കാവുന്നതാണ്. ഇനി ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് തൻ്റെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ നൽകാൻ പറ്റുമോ? ഇത് വളരെ സാധാരണഗതിയിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന സംശയമാണ്. എൻ്റെ ജ്യേഷ്ഠൻ രോഗിയാണ്, അയാൾക്ക് തന്നെ നൽകാൻ പറ്റുമോ? ഇനി അദ്ദേഹം എൻ്റെ വീട്ടിലൊന്നുമല്ല വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ചിലർ പറയും എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, എന്നാൽ കൊടുക്കാൻ പറ്റുമോ? അതേപോലെ ഈ ഉമ്മമാരൊക്കെ ചോദിക്കും, എൻ്റെ ഫിത്ർ സക്കാത്ത് എൻ്റെ മകൾക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മകന് കൊടുക്കാൻ പറ്റുമോ, അവന് ജോലിയൊന്നുമില്ല, ഞാൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഇത്രേ അവിടുത്തെ നിയമമുള്ളൂ. ഈ ആരാണെങ്കിലും ഇവർ സക്കാത്തിൻ്റെ അവകാശിയാണോ നൽകാവുന്നതാണോ, എന്താണ് ഒറ്റ മറുപടി. അപ്പോൾ ഒരു വാപ്പ അയാളുടെ മകന്, വാപ്പ മുതിർന്ന മക്കൾക്ക് ചിലവ് കൊടുക്കൽ വാപ്പക്ക് നിർബന്ധമില്ല. പക്ഷേ ഈ മകൻ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ വാപ്പക്ക് സക്കാത്ത് മകൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, മകന് വാപ്പക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്കാത്ത് കൊടുക്കാൻ പറ്റും. ഇനി മകൻ വാപ്പക്കും കൊടുക്കാം. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ചിലപ്പോൾ മകൻ്റെ ചെലവിലായിരിക്കും വാപ്പ കഴിയുന്നത്. മകൻ്റെ ചെലവിൽ വാപ്പ കഴിയും. അതെങ്ങനെയെന്ന് വെച്ചാൽ വാപ്പക്ക് ജോലി എടുക്കാനൊന്നും ആവില്ല, അല്ലെങ്കിൽ ജോലിക്കാൾ പോകുന്നില്ല, അദ്ദേഹത്തിന് ആസ്തിയുമില്ല. ആസ്തി ഉണ്ടെങ്കിൽ മകൻ വാപ്പക്ക് ചെലവെടുക്കാൻ നിർബന്ധമില്ല. ആസ്തിയൊന്നുമില്ല, ജീവിക്കാനുള്ള മറ്റു വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, വാപ്പന് ചെലവ് കൊടുക്കണം. പക്ഷേ ഈ മക്കൾ കൊടുക്കുന്നത് കൊണ്ട് വാപ്പക്ക് തികയുന്നില്ല. ഉദാഹരണം, ഒരു സാധാരണഗതിയിൽ നാട്ടിലൊക്കെ ജീവിക്കുന്ന പോലെ ഒരു ചോറിൻ്റെ കൂടെ ചിലപ്പോൾ എല്ലാ ദിവസവും മീൻ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇലക്കറികളോ മറ്റൊക്കെ സംഗതികളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒരു ജസ്റ്റ് ചോറും ഒരു നീണ്ട ഒരു കറിയും കൊടുത്തിട്ട് അങ്ങനെ ജീവിക്കുക, അതിനുള്ള ശേഷിയെ മോനക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മകൻ്റെ ചിലവ് കൊണ്ട് വാപ്പക്ക് എന്താകുന്നില്ല, മതിയാകുന്നില്ല. അല്ലെങ്കിൽ വാപ്പക്ക് വീട് കൊടുക്കൽ മകൻ്റെ ബാധ്യതയാണ്. അപ്പം വാപ്പക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ്റെ വീട്ടിൽ വാപ്പ താമസിക്കുന്നുണ്ട്, പക്ഷെ ആ വീട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടാണ്, ഇന്നത്തെ കാലത്ത് അവരോട് യോജിച്ച ഒരു മാന്യമായ വീടൊന്നും അല്ല. അപ്പോൾ ചിലവ് പൂർണ്ണമായി ആർക്ക് ലഭിക്കുന്നില്ല, വാപ്പക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ചിലവ് പൂർണ്ണമായി ഇവൻ്റെ ചിലവാണെങ്കിൽ പൂർണ്ണമായി ലഭിക്കാത്തത് കൊണ്ട് അയാൾ ഫക്കീർ മിസ്കിനായിട്ട് എന്താക്കുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചിലവ് മതിയാകുന്നുണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ വാപ്പക്ക് ലക്ഷങ്ങൾ കടമുണ്ട്, കടം വീട്ടാൻ ലാസ്റ്റ് വാപ്പൻ്റെ അടുത്തില്ല, എന്നാലും ഈ മകൻ്റെ ചിലവിന് എന്താക്കാൻ പറ്റും, ഫിത്ർ സക്കാത്ത് തന്നെ കൊടുക്കാം. ചുരുക്കത്തിൽ ഇവരുടെ മക്കളോ വാപ്പയോ എന്നുള്ളത് വലിയൊരു പ്രസക്തിയില്ല. ഇവരുടെ ചിലവ് കൊണ്ട് മതിയാകുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂല, മതിയാകാത്ത ഫക്കീർ മിസ്കീനെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നൽകാൻ പറ്റും. ഈ ആശയം ഫത്ഹുൽ മുഈനിൽ നിന്നും മറ്റും മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ നിയ്യത്ത്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന നിയ്യത്ത് കൊണ്ടാണ്. ഫിത്ർ സക്കാത്ത് നിയ്യത്തില്ലാതെ കൊടുത്താൽ വീടൂല. ഇത് പലപ്പോഴും ശ്രദ്ധിക്കണം. വീടുകളിലൊക്കെ ചിലപ്പോൾ ഈ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വലിയ ആവേശമാണ്, നല്ലത് തന്നെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, വീട്ടിലുള്ള ആളുകളുടെ മൊത്തം എണ്ണം എടുത്തിട്ട് അരി അളന്നെടുത്ത് വ്യത്യസ്ത പാക്കുകളിലാക്കിയിട്ട് ഇങ്ങനെ അടുത്ത വീടുകളിലേക്ക് വിതരണം ചെയ്യും. അപ്പോൾ നെയ്യത്ത് ചിലപ്പം വിട്ടുപോകും. അപ്പോൾ ഞാനാണ് എൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് എൻ്റെ ഫിത്ർ സക്കാത്താകുന്നു നെയ്യത്ത് ചെയ്യണം. ഇനി എൻ്റെ ഭാര്യൻ്റെയും മക്കളുടെയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെയും, ഞാൻ ചിലവ് കൊടുക്കുന്ന നിർബന്ധമുള്ള എൻ്റെ ഭാര്യൻ്റെയും മക്കളുടെയും ഫിത്ർ സക്കാത്താണ്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും, അല്ലെങ്കിൽ ഞാൻ ചിലവ് കൊടുക്കുന്ന നിർബന്ധമുള്ള അവരുടെ. ഇനി എന്നെ കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, നിങ്ങളെ ഏൽപ്പിച്ചു, അപ്പോൾ ഇത് എന്നെ ഏൽപ്പിച്ച ഇന്നാളിലെ വ്യക്തിയുടെ ഫിത്ർ സക്കാത്താകുന്നു എന്ന് ഞാൻ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ ഇത് അളന്നെടുത്തിട്ട് അളവ് റെഡിയാക്കി വെക്കുമല്ലോ, അളന്ന് തിട്ടപ്പെടുത്തി റെഡിയാക്കി വെക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. ആ സമയത്ത് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അവകാശിക്ക് വിതരണം ചെയ്യുമ്പോഴും നിയ്യത്ത് ചെയ്യാം. നേരത്തെ നമ്മൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവകാശിക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കുട്ടികളെ കയ്യിലൊക്കെ കൊടുത്തേക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് വളരെ സംശയം ചോദിക്കാറുണ്ട്, പക്വതല്ലാത്ത കുട്ടിനെ ഏൽപ്പിക്കാൻ പറ്റുമോ, എനിക്ക് പറ്റുമോ എന്നൊക്കെ. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞാൽ, നമ്മൾ പറ്റുന്നൊരു അഭിപ്രായം പറഞ്ഞാൽ, കാരണം എപ്പോഴും മുതിർന്ന ആളുകളെ തന്നെ ചിലപ്പോൾ സ്ത്രീകൾക്കൊന്നും അടുത്ത വീട്ടിലേക്ക് കൊടുത്തു വിടാൻ കിട്ടൂല.
അവിടെ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് നിഹായിലൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മൾ നിയ്യത്ത് ചെയ്തു, എന്നിട്ടൊരു കുട്ടി നമ്മൾ ഏൽപ്പിക്കാതെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്തു, അവകാശിയുടെ കയ്യിൽ എത്തിച്ചു. എന്നാൽ പോലും അവകാശിക്ക് എത്തിയെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ ബാധ്യത വിടുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം നമുക്കൊരു സമാധാനമാണ്, ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ഫിത്ർ സക്കാത്ത് ഒരു കുട്ടി മുഖേന കൊടുത്തായാലും അവകാശിയിൽ എത്തിയെങ്കിൽ നിയ്യത്ത് ചെയ്ത് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാധ്യത വീടുന്നതാണ്. പിന്നെ ഇതുമായി അനുബന്ധമായ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ വീട്ടിൽ ഫിത്ർ സക്കാത്തിന്റെ വിതരണം നടക്കും അന്ന് മാസം കണ്ടാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാമയോ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീയൊക്കെ കൈകാര്യം ചെയ്യാം. എന്നാൽ മുതിർന്ന മക്കളെ തൊട്ട് വരെ അവിടെ വിതരണം നടക്കുന്നുണ്ടാവും. ഈ മക്കള് അങ്ങാടിയിൽ പോയതായിരിക്കും എന്തെങ്കിലും സാധനം വാങ്ങാൻ. അപ്പോൾ ജോലിക്ക് ആവുന്ന മുതിർന്ന മക്കളുടെ ചിലവ് ബാപ്പന്റെ ബാധ്യതയിലോ മറ്റോ ഇല്ല, വേറെ ആർക്കും ബാധ്യതയില്ല, അവരെ കാര്യം അവർ തന്നെ നോക്കണം. ഇത് ജ്യേഷ്ഠൻ ചിലവ് അനിയനോ അനിയന്റെ ചിലവ് ജ്യേഷ്ഠനും ബാധ്യതയില്ല. അപ്പൊ ഇങ്ങനെ ബാധ്യത ഇല്ലാത്ത ആളുകളേക്ക് ഇവിടെ വിതരണം നടത്തുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീ ആയിരിക്കും ഇത് വിതരണം നൽകുന്നത്. അപ്പോൾ അവരുടെ സമ്മതമില്ലാതെ അവർക്ക് വേണ്ടി ഇവർ നൽകിയാൽ സക്കാത്ത് വിടൂല. ചിലപ്പോൾ അവരെന്നെ ഒരു കാര്യം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടേത് ഇവർ വിതരണം ചെയ്യണമെങ്കിൽ അവരുടെ സമ്മതം വേണം. അപ്പോൾ ഓരോ ഫോണിൽ വിളിക്കുക, നിന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടാ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു മതി, എന്നാൽ ഇത് എന്നെ ഏൽപ്പിച്ച് എന്നാൽ നാളെ ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്താൽ മതി. അപ്പോൾ മറ്റുള്ളവരുടേത് കൊടുക്കുമ്പോൾ ഒരു സമ്മതം എടുക്കുന്ന കാര്യം നോക്കണം. അല്ലെങ്കിൽ പിന്നെ സ്വന്തം നേരെ ഡയറക്റ്റ് ചിലവരുള്ളവരുടേത് കൊടുക്കുമ്പോൾ സമ്മതം എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക. എങ്ങനെയാണ് ഫിത്ർ സക്കാത്തിന്റെ നിയ്യത്ത്? ഇത് എൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, അല്ലെങ്കിൽ ഇത് എൻ്റെയും ഞാൻ ചെലവഴിക്കുന്ന നിർബന്ധമുള്ളവരുടെ ഫിത്ർ സക്കാത്താകുന്നു, ഇത്ര കരുതേണ്ട ആവശ്യമുള്ളൂ. ഫിത്ർ സക്കാത്തിന്റെ കൃത്യമായ തൂക്കം എത്രയാണ്? ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് സ്വാറാണ്. ഒരു സ്വാറ് അരിയാണ് ദാനം ചെയ്യേണ്ടത്. ഒരു സ്വാറ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദുകളാണ്. ഇവിടെ പരിഗണിക്കുന്നത് സ്വാറുൽ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന നബിസ്വാസങ്ങളിലേക്ക് ചേർക്കപ്പെട്ട സ്വാറാണ് പരിഗണിക്കുക. അതാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൂക്കം നമ്മളെ ചില ഇമാമുകൾ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു സുമാർ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ശരിയായ രൂപ അളവ് തന്നെയാണ്. അപ്പോൾ അളവ് തൂക്കം നമ്മൾ തർക്കം വന്നിട്ടുണ്ടെങ്കിൽ അളവാണ് പരിഗണിക്കുക. അപ്പോൾ അളവ് കൊണ്ട് പറയുമ്പോൾ 4 മുദ്ദാണ് നൽകേണ്ടത്, അഥവാ 4 മുദ്ദിന് പറയുന്ന ടോട്ടൽ പറയുന്ന പേരാണ് ഒരു സ്വാൾ. അപ്പോൾ ഒരു വ്യക്തിയെ തൊട്ട് ഒരു സ്വാ ആണ് നൽകേണ്ടത്. ഒരു സ്വാൾ എന്ന് പറഞ്ഞാൽ 3,200 ലിറ്ററാണ്. 3.200 3 ലിറ്റർ 200 മില്ലി ലിറ്ററാണ് അളവാണ്. ലിറ്ററിൻ്റെ പാത്രത്തിൽ അളന്നിട്ടാണ് ഒരു വ്യക്തിക്ക് തൊട്ട് കൊടുക്കേണ്ടത്. അഥവാ 4 മുദ്ദ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ്. അപ്പം 4 മുദ്ദുകൾ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 4,800 മില്ലി ലിറ്റർ സമം 3,200 മില്ലി ലിറ്ററാണ്. ഇതാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ അരി വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം അത് ഇതേപോലെ അളവ് എടുത്തിട്ട് കൃത്യമാക്കലാണ് അതിൻ്റെ സൂക്ഷ്മത. തൂക്കം ചോദിച്ചാൽ കൃത്യ തൂക്കം പറയാൻ കഴിയില്ല. നമ്മൾ പല അരി ചെക്ക് ചെയ്യുമ്പോൾ ചില അരി ഒരു 2 കിലോഗ്രാം 600 ഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വാറുണ്ട് 3,200 മില്ലി ലിറ്ററിനോട് തുല്യമാകുന്നുണ്ട്. എന്നാൽ ഈ പുതിയ അരിയൊക്കെ ആണെങ്കിൽ അതിലുള്ള വെള്ളത്തിൻ്റെ ജലാംശം പറ്റിപ്പോയിട്ടുണ്ടാവില്ല, വല്ലാതെ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പുതിയ അരിയൊക്കെ ആണെങ്കിൽ ചില അരി 3 കിലോഗ്രാം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാരം വരുന്നുണ്ട്. അതേസമയത്ത് നല്ല ഉണങ്ങിയ പഴയ അരിയാണെങ്കിൽ ചിലപ്പോൾ 2 കിലോഗ്രാമും 400 ഒക്കെ മതി. അപ്പോൾ തൂക്കം കൃത്യമല്ല. 3 കിലോ കൊടുത്താൽ എന്തായാലും മതിയാവുമായിരിക്കും. അതേസമയത്ത് തൂക്കം കൃത്യമല്ല, അളന്ന് കൊടുക്കൽ തന്നെയാണ് അതിൻ്റെ സൂക്ഷ്മത. ഇപ്പം ഇത് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. ഇതിൽ 800 മില്ലി ലിറ്റർ കണക്കാക്കാൻ പറ്റുമോ? ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു അതിന് വേണ്ടിയിട്ട് കുപ്പി സംഘടിപ്പിച്ചതാണ്. ഇതിപ്പോൾ ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ 800 മില്ലി ലിറ്ററാണ് ഒരു മുദ്ദ്. 4 800കൾ അഥവാ 3,200 ഒരു വ്യക്തിയെ തൊട്ട് നൽകേണ്ടത്. അപ്പോൾ ഈ കുപ്പിയുടെ ഏകദേശം ഈ ഭാഗത്ത് ഒരു 800 മില്ലി ലിറ്റർ ഉണ്ടാവും സുമാർ. അപ്പോൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. ഈ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇപ്പോൾ ഇത് 200 മില്ലി ലിറ്ററാണ്. അപ്പോൾ ഇതിൽ നിറയെ അരി എടുത്താൽ നിറയെ ലെവലിൽ എടുത്താൽ മതി. ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ലെവലിൽ എടുത്താൽ ഇതാണ് ഒരു മുദ്ദ്. ഇങ്ങനെയുള്ള 4 എണ്ണമാണ് ഒരു വ്യക്തിയെ തൊട്ട് നൽകേണ്ടത്. ഇത് 800 ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ 4 എടുത്താൽ 3,200 ആകും. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സംവിധാനം ചെയ്യാം. ഒരു ലിറ്ററിൻ്റെ കുപ്പി എല്ലാവരും വീട്ടിൽ ലഭ്യമാവും.
അതിൽ 200 അവിടെ പിടിച്ചിട്ട് കത്തി കൊണ്ട് മുറിക്കുക, ഇങ്ങനെ 4 എടുത്തിട്ട് ഒരു വ്യക്തിയെ തൊട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ സുമാർ ഒരു വ്യക്തിക്ക് ഒരു 3 കിലോ അരി സുമാർ കണ്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അളന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നൽകാൻ പറ്റും. ഇങ്ങനത്തെ 4 എണ്ണമാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നൽകേണ്ടത്.